ദിലീപിന്റെ നായികയാകാനെത്തി. സൗന്ദര്യം പോരെന്ന് പറഞ്ഞു മടക്കി. ഇനി തെന്നിന്ത്യയിലും ബോളിവുഡിലെയും സൂപ്പർ താരം. ദിലീപ് നായകനായി ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപിന്റെ കരിയറിലെ 150ാമത് ചിത്രം കൂടിയായിരുന്നു ഇത്. റാണിയ റാണ ആണ് ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി എത്തിയത്. മലയാള സിനിമയിൽ നിരവധി നടിമാർ ദിലീപിന്റെ നായികയായി അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, മീര ജാസ്മിൻ, സമൃദ്ധ സുനിൽ തുടങ്ങി നിരവധി പേരാണ് ദിലീപിന്റെ ചിത്രങ്ങളിൽ നായികയായി സിനിമാ ലോകത്തേക്ക് എത്തിയത്. എന്നാൽ ദിലീപ് ചിത്രത്തിൽ നായികയാകാൻ എത്തി അവസരം നഷ്ടപ്പെട്ട നടിമാരുമുണ്ട്. ദിലീപ് ചിത്രത്തിന്റെ ഓഡിഷനെത്തി നായികയാകാൻ കഴിയാതെ മടങ്ങി. ഇന്ന് തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സൂപ്പർ ഹിറ്റ് നായികയായി മാറിയ ഒരു നടിയുണ്ട്. 2008 പുറത്തിറങ്ങിയ ക്രേസി ഗോപാലൻ എന്ന സിനിമയുടെ എറണാകുളത്ത് വെച്ച് നടന്ന ഓഡിഷനിൽ പങ്കെടുക്കാൻ അമ്മയോടൊപ്പം ഒരു പെൺകുട്ടി വരികയും വളരെ നന്നായി അഭിനയിക്കുകയും ചെയ്തു. സ്ക്രീൻ ടെസ്റ്റിൽ വളരെ നന്നായി അഭിനയിച്ചെങ്കിലും ആ നടിയെ അവസാനം വേണ്ടെന്ന് വെച്ചു. സ്ക്രീനിൽ കുറച്ചുകൂടി സൗന്ദര്യം തോന്നിപ്പിക്കുന്ന, കുറച്ചുകൂടി ഉയരവും പ്രായവുമുള്ള നടിയായിരുന്നു നായികയാകാൻ വേണ്ടിയിരുന്നത്. ശേഷം തെലുങ്ക് നടിയായ രാധാവർമ്മയാണ് സിനിമയിൽ ഡയാന ജോൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. എന്നാൽ അന്ന് സ്ക്രീൻ ടെസ്റ്റിന് വന്ന് ദിലീപിന്റെ നായികയാകാതെ പോയ ആ നടിയാണ് തെന്നിന്ത്യൻ സൂപ്പർ നായിക സാമന്ത. സിനിമയുടെ സംവിധായകനായ ദിബു കരുണാകരൻ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. ക്രേസി ഗോപാലൻ ഇറങ്ങി 2 വർഷം കൂടി കഴിഞ്ഞാണ് സാമന്ത സിനിമാ പ്രവേശം നടത്തുന്നത്. അതിനുശേഷം താരത്തിന്റെ അഭിനയ ജീവിതത്തിൽ വൻ കുതിപ്പാണുണ്ടായത്. ഇന്നിപ്പോൾ വർഷങ്ങൾക്കിപ്പുറം കോടികൾ വാങ്ങുന്ന നായികയായി മാറിയിരിക്കുകയാണ് സാമന്ത. ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ നടി തന്റെ കരിയറിൽ നിന്ന് ചെറിയ ഇടവേള എടുത്തിരുന്നു. ഇതിനുശേഷം വീണ്ടും അഭിനയത്തിൽ സജീവമാണ് സാമന്ത.